കാണുന്നത് നമ്മുടെ കഥാനായികയായ ഗൂറിമിനെയാണ്. അവൾ ഹൈസ്കൂളിലേക്ക് പുതിയൊരു സ്റ്റുഡന്റ് ആയി എത്തിയിരിക്കുന്നു. ഈ ഒരു ഹൈസ്കൂളിൽ പഠിക്കുക എന്നത് അവളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം ഈ ഒരു ഹൈസ്കൂളിലാണ് അവൾക്ക് വലിയ ക്രഷുള്ള തേജുൻ എന്ന അവളുടെ ഐഡൽ പഠിക്കുന്നത്. അവൻ അങ്ങനെ സ്ഥിരമായി ക്ലാസ്സിൽ വരാറില്ല. ഷൂട്ടിങ്ങും ഒക്കെയായി ബിസി ആണെങ്കിലും വല്ലപ്പോഴും ഒന്ന് കാണാമല്ലോ, അല്ലെങ്കിൽ അവൻ പഠിക്കുന്ന സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് പറയാമല്ലോ എന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അവൾ ഇവിടേക്ക് എത്തിയത്. പക്ഷേ സ്കൂളിൽ വന്നു കഴിയുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവൾ വിചാരിച്ച പോലെ അത്ര സുഖകരമായിരിക്കില്ല സ്കൂളിലെ അവളുടെ ജീവിതമെന്ന്. കാരണം അവൾ വന്ന പാടെ 3 പെൺകുട്ടികളുടെ മുന്നിൽ പെടുന്നു. അവർ 3 പേരുമാണെങ്കിൽ തേജുവിന്റെ വലിയ ഫാൻസ് ആണെന്ന് സ്വയം അവകാശപ്പെട്ട് നടക്കുന്നവരാണ്. തേജുവിന്റെ പേര് നീ മിണ്ടിയാലോ, അവനെ നീ നോക്കുന്ന കണ്ടാലോ റെഡിയാക്കുമെന്ന് അവളുമാര് ഭീഷണിപ്പെടുത്തുന്നു. ഗൂറിം തേജുവിന്റെ വലിയ ഫാനാ താനെന്ന് പറഞ്ഞിട്ട് അത് അവളുമാര് മൈൻഡ് ആക്കുന്ന പോലും ഇല്ല. എന്തായാലും അവൾ അങ്ങനെ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവളുടെ അതേ ക്ലാസ്സിലാണ് തേജുവിൻ പഠിക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. അവൾ വളരെ ഹാപ്പിയായി ക്ലാസ്സിൽ സെൽഫ് ഇൻട്രോ ഒക്കെ നൽകുന്നു. ആ സമയത്ത് ആരും അവളെ വലിയ മൈൻഡ് ആക്കുന്നില്ല. പക്ഷെ പെട്ടെന്ന് ഐറിൻ എന്ന പെണ്ണ് ക്ലാസ്സിലേക്ക് വരുന്ന സമയം എല്ലാവരും അവളെ തന്നെ നോക്കി നിൽക്കാണ്. ഈ ഒരു സ്കൂളിലെ വളരെ പോപ്പുലർ ആയ ഒരു പെൺകുട്ടിയാണ് അവൾ. ഈവൻ തേജുൻ പോലും ഐറിൻ വന്ന പാടെ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്ന് സംസാരിക്കുകയും അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ പിന്നീട് ഗൂറിം തന്റെ ഹോസ്റ്റൽ റൂമിലേക്കാണ് എന്ന കാര്യം അറിയുന്ന ഐറിൻ അവരുടെ മാനേജറുമായി വരുന്നു. ഐറിന്റെ റൂമിലേക്ക് മറ്റാരെയും അഡ്മിറ്റ് ചെയ്യേണ്ട എന്ന് മാനേജർ പറയുന്നുണ്ടെങ്കിലും പ്രിൻസിപ്പൽ തൽക്കാലം അത് കേൾക്കുന്നില്ല. ഐറിന് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് സ്കൂളിൽ കൊടുക്കുന്നുണ്ട് എന്നതിനെ പറ്റി മറ്റു കുട്ടികളുടെ പേരൻസ് ഒക്കെ നിരവധി അനിഷ്ടങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി വേണ്ട, ഈ കുട്ടി ആ റൂമിൽ തന്നെ കിടക്കട്ടെ എന്ന് പ്രിൻസിപ്പൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഗൂറിം ഐറിന്റെ അതേ റൂം ഷെയർ ചെയ്യാനായി എത്തുന്നു. ഐറിൻ എന്തുകൊണ്ടാണ് ഗൂറിം തന്റെ റൂമിൽ എത്തുന്നത് ഇത്രയേറെ ഭയപ്പെട്ടതെന്ന് വെച്ചാൽ ഐറിൻ യഥാർത്ഥത്തിൽ ഒരു പെണ്ണല്ല, ഒരു പയ്യനാണ്. ഐറിന്റെ യഥാർത്ഥ പേര് വു എന്നാണ്. ഒരു പോപ്പ് സ്റ്റാർ ആകണമെന്ന ആഗ്രഹം ഉള്ളിൽ കൊണ്ടു നടന്ന വു പല ഓഡീഷൻസും അറ്റൻഡ് ചെയ്തു, പല രീതിയിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യാനായി നോക്കി. പക്ഷെ ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. വുവിന് ഒരു മെയിൽ പോപ്പ് സ്റ്റാർ ആകാനുള്ള ഭംഗിയില്ല എന്ന കാര്യം പറഞ്ഞ് എല്ലാവരും അവനെ റിജക്ട് ചെയ്ത് വിടുകയായിരുന്നു. ആ സമയത്താണ് ഐറിന്റെ ഏജൻസിയുടെ മാനേജറായ ആൾ ഒരു ഐഡിയ പറയുന്നത്. ആ ഒരു ഐഡിയ പ്രാവർത്തികമാക്കുമ്പോൾ വുവിനെ ഒരു ഫീമെയിൽ പോപ്പ് സ്റ്റാർ ആയി എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആദ്യം വലിയ സീരിയസ് അല്ലാതെ വേഷപകർച്ച നടത്തിയ വു പിന്നീട് അങ്ങോട്ട് ഫേമസ് ആയപ്പോൾ ഇത് തന്നെ സ്ഥിരമാക്കാൻ തീരുമാനിച്ചതാണ്. അങ്ങനെ ഈ ഒരു ഫ്ലാഷ് ബാക്കിന് ശേഷം ഇപ്പോഴത്തെ കാര്യങ്ങൾ കാണുമ്പോൾ മാനേജറിന്റെയും അസിസ്റ്റന്റിന്റെയും കൂടെ ഐറിൻ ഒരു ഫോട്ടോഷൂട്ട് നടത്തുകയാണ്. ഫോട്ടോഷൂട്ട് കഴിഞ്ഞ ഉടനെ മാനേജർ അസിസ്റ്റന്റിനോട് ഐറിനെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകും, മീഡിയക്കാർക്ക് അവളോടൊന്നും ചോദിക്കാൻ പറ്റരുതെന്ന് പറയുന്നു. പക്ഷെ അപ്പോഴേക്കും ഐറിന്റെ ചില ഫോട്ടോസ് അവിടെ ഒരാൾ പകർത്തുന്നത് മാനേജർ കാണുന്നു. മാനേജർ അയാളോട് തട്ടിക്കയറുമ്പോൾ ഐറിനെ പറ്റിയുള്ള രഹസ്യങ്ങൾ താൻ ഓരോന്നായി വെളിയിൽ കൊണ്ടുവരുമെന്ന് അയാൾ മാനേജറിനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഐറിൻ ആണെങ്കിൽ അന്ന് ഈവനിങ് റൂമിലേക്ക് പോകാനായി താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം അവിടെ ഗൂറിമുണ്ടല്ലോ. പക്ഷെ വേറെ വഴിയില്ലാതെ റൂമിലേക്ക് ചെല്ലുന്ന ഐറിൻ ക്ലാസ്സിൽ വെച്ച് തേജുൻ കൊടുത്ത ഗിഫ്റ്റ് എടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഉറങ്ങാനായി കിടക്കുന്നു. താൻ ഏറെ ആരാധിക്കുന്ന ഒരാൾ നൽകിയ ഗിഫ്റ്റ് ഇവളിങ്ങനെ എടുത്ത് എറിഞ്ഞത് കാണുന്ന ഗൂറിം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞ് അത് വാങ്ങിക്കുകയാണ്. ഐറിൻ വളരെ സന്തോഷത്തോടെ എടുത്തോണ്ട് പോയെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ തേജുൻ ഐറിന് കൊടുത്ത് അവന്റെ തന്നെ പടമുള്ള ടീഷർട്ട് ഇട്ടാണ് അന്ന് ഗൂറിം ഉറങ്ങാനായി കിടക്കുന്നത്. പക്ഷെ അവളുടെ കൂർക്കമ്മലി കാരണം ഐറിന് ഉറങ്ങാനായി സാധിക്കുന്നില്ല. അങ്ങനെ ഉറങ്ങാൻ സാധിക്കാതെ ഐറിൻ തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരുന്നു. അങ്ങനെ ഇപ്പോൾ ആൺ രൂപത്തിലുള്ള വു വെളിയിലേക്ക് പോവുകയാണ്. എന്തായാലും അടുത്ത ദിവസം ക്ലാസ്സിൽ വെച്ച് ഗൂറിം അറിയാതെ തേജുവിന്റെ ദേഹത്തേക്ക് ഫുഡ് തട്ടിയിടുന്നുണ്ട്. ഈ കാര്യം കാണുന്ന അവന്റെ ആ കട്ട ഫാൻസ് ആയ 3 പെൺപിള്ളേരും പിന്നീട് ഗൂറിമിനോട് തട്ടിക്കയറുന്നു. നീ അവന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനല്ലേ അവന്റെ ദേഹത്തേക്ക് മനഃപൂർവ്വം ഭക്ഷണം തട്ടിയിട്ടത് എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ അവളുമാർ ഗൂറിമിനെ ഇട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ദേഹത്ത് തേജുവിന്റെ പടമുള്ള ടീഷർട്ട് കിടക്കുന്നത് കാണുന്നു. അതോടെ ആയപ്പോൾ ഉപദ്രവം കൂടുകയാണ്. ഇത് കണ്ടുകൊണ്ടെത്തുന്ന തേജുൻ ആ പെൺകുട്ടികളെ ഓടിച്ചു വിടുന്നു. പക്ഷെ അവൻ ഗൂറിം താൻ ഐറിന് നൽകിയ ഗിഫ്റ്റ് ധരിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ അപ്സെറ്റ് ആവുകയാണ്. ഇത് ഐറിൻ കളഞ്ഞപ്പോൾ ഞാൻ എടുത്തതാണെന്ന് ഗൂറിം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തേജുൻ ആദ്യമായിട്ടല്ല അവൾ ഇത് ചെയ്യുന്നത്, ഇതിനു മുന്നേ ഞാൻ നൽകിയ ഗിഫ്റ്റുകൾ അവൾ എടുത്ത് എറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ആകെ സാഡ് ആവുകയാണ്. അതേപോലെ തന്നെ ഐറിനും ആകെ സങ്കടപ്പെട്ടിരിക്കുന്നു. അവളുടെ സങ്കടം ഒരു പയ്യനായിട്ടും ആൺകുട്ടികളുടെ വോയിസിൽ ആൺകുട്ടികളെ പോലെ പെർഫോം ചെയ്യാൻ തനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്നതാണ്. ഐറിൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുന്ന അവളുടെ ഫാൻ ബോയ്സ് കരുതുന്നത് ഇവളുടെ റൂമിൽ പുതുതായി വന്ന ഗൂറിമായിരിക്കാം ഇവളുടെ ഈ ഒരു സങ്കടത്തിന് കാരണമെന്നാണ്. കാരണം പൊതുവെ ഇവളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ടേയില്ല. ആ കാര്യം കൊണ്ട് തന്നെ അവന്മാർ പിന്നീട് ഗൂറിമിനെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ ഐറിനെ എന്തിനാ സങ്കടപ്പെടുത്തുന്നത് എന്ന് ചോദിച്ച് തട്ടിക്കയറുകയാണ്. മര്യാദയ്ക്ക് അവളുടെ റൂമിൽ നിന്ന് മാറി എവിടെങ്കിലും പോയി കിടന്നോണമെന്നൊക്കെ അവന്മാർ ഭീഷണിപ്പെടുത്തുമ്പോൾ സഹിക്കാൻ വയ്യാതെ ഗൂറിം അവളുടെ ചെരുപ്പെടുത്ത് അവന്മാരെ അടിച്ചോടിക്കുന്നു. അങ്ങനെ അതിനുശേഷം റൂമിലേക്ക് എത്തി ഗൂറിം ഐറിന്റെ അടുത്ത് നീയാണോ നിന്റെ ഫാൻ ബോയ്സിനെ എന്നെ ഭീഷണിപ്പെടുത്താനായി പറഞ്ഞു വിട്ടതെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. പക്ഷെ ഐറിൻ കാമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. എന്തെങ്കിലും സംസാരിച്ചു കഴിയുമ്പോൾ തന്റെ ശബ്ദം പെണ്ണിനെ പോലെ അല്ല എന്ന് മനസ്സിലാക്കുമോ എന്നാണ് അവന്റെ പേടി. അവൻ അത് കഴിഞ്ഞ് വെളിയിലേക്ക് പോകുമ്പോൾ അവനെ കാത്ത് തേജുൻ നിൽപ്പുണ്ട്.
ഉണ്ടായിരുന്നു. അടുത്തതായി എന്റെ പ്രോഗ്രാം നടക്കുന്ന ദിവസം നീ എത്തുമോ എന്നെല്ലാം അവൻ ചോദിക്കുമ്പോൾ ഐറിൻ അത് റിജക്ട് ചെയ്യാണ്. എന്തായാലും ഇവരിങ്ങനെ സംസാരിച്ചതുമല്ല മുന്നേ ഐറിന്റെ രഹസ്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരുമെന്ന് മാനേജറിനെ ഭീഷണിപ്പെടുത്തിയ ആ ഒരു റിപ്പോർട്ടർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം ക്ലാസ്സിൽ ഗൂറിം ഒരു പാട്ട് പാടുകയാണ്. അവൾ ആ പാട്ട് പാടി കഴിയുമ്പോൾ തേജുൻ അവളോട് സംസാരിക്കാനായി എത്തുന്നു. തന്റെ പാട്ടിനെ പറ്റി ഇവൻ എന്തെങ്കിലും പ്രശംസിക്കുമെന്ന് അവള് കരുതിയെങ്കിലും ഐറിന്റെ ചില കാര്യങ്ങൾ അറിയാനായിട്ടാണ് ഐറിന്റെ റൂംമേറ്റ് ആയ ഗൂറിമിനോട് സംസാരിക്കാനായി ഇപ്പോൾ അവൻ എത്തിയിട്ടുള്ളത്. ഈ കാര്യം മനസ്സിലാക്കുമ്പോൾ അവൾ അല്പം സാഡ് ആകുന്നുണ്ടെങ്കിലും അവന് വേണ്ടി അതൊക്കെ ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ പിന്നീട് ഐറിന്റെ ഓരോ ഇൻട്രസ്റ്റ്, ഫേവറേറ്റ്സ്, ഇഷ്ടം, അനിഷ്ടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അവളുടെ സാധനങ്ങളൊക്കെ പരിശോധിക്കുകയാണ് ഗൂറിം. ആ സമയം ഐറിന്റെ യഥാർത്ഥ രൂപത്തിലുള്ള ഒരു ഫോട്ടോ അവൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അവളുടെ കാഴ്ചപ്പാടിൽ ഐറിൻ ഒരു പെണ്ണല്ലേ, അതുകൊണ്ട് തന്നെ ഒരു പയ്യന്റെ ഫോട്ടോ കാണുമ്പോൾ ഇത് ഐറിന്റെ സഹോദരനായിരിക്കാമെന്നാണ് ഗൂറിം കരുതുന്നത്. ഇതേ ടൈം മുറിയിലേക്ക് എത്തുന്ന ഐറിൻ ആ ഫോട്ടോ പിടിച്ചിരിക്കുന്ന ഗൂറിമിനെ കാണുകയും താൻ അറിയാതെ തന്റെ സാധനങ്ങൾ പരിശോധിച്ചതിന് അവളോട് തട്ടിക്കയറുകയും ചെയ്യുന്നു. പിന്നീട് ഐറിൻ നേരെ വെളിയിലേക്ക് ചെന്ന് പ്രാക്ടീസ് സ്റ്റുഡിയോയ്ക്കകത്ത് അവന്റെ യഥാർത്ഥ രൂപത്തിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാണ്. ഇത് കാണുന്ന മാനേജർ വേഗം റൂമിലേക്ക് പോകുന്നു പറഞ്ഞ് തിരിച്ചു പറഞ്ഞു വിടുമ്പോൾ എനിക്ക് ആ പെണ്ണ് എന്റെ റൂമിൽ നിൽക്കുന്നത് ഒട്ടും ഇഷ്ടാവുന്നില്ല, അവളെ എത്രയും പെട്ടെന്ന് മാറ്റാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാണ് ഐറിൻ തിരിച്ചിറങ്ങുന്നത്. ഇതേ ടൈം തന്നോട് പിണങ്ങി വെളിയിലേക്ക് പോയ ഐറിനെ കാത്ത് ഹോസ്റ്റലിന്റെ വെളിയിലായി ഗൂറിം നിൽക്കുകയായിരുന്നു. ആ ടൈമിൽ അവളെ ശല്യപ്പെടുത്താനായി 2-3 പേരെത്തുന്നുണ്ട്. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ അവിടേക്ക് എത്തുന്ന ഐറിനാണ് അവന്മാരെ ഇടിച്ചോടിച്ച് അവളെ രക്ഷിക്കുന്നത്. പക്ഷേ ആ സമയം അവനൊരു പയ്യന്റെ രൂപത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇത് ഐറിൻ ആണെന്ന കാര്യം ഗൂറിമിന് മനസ്സിലായതേയില്ല. അങ്ങനെ അടുത്ത ദിവസം സ്കൂളിൽ PT ക്ലാസിന്റെ ഇടയിൽ തേജുവിന്റെ ആ ഒരു ഫാൻ ഗേൾസുമായി ഗൂറിമിന് ചെറിയ വഴക്കുണ്ടാകുന്നു. അവർ പരസ്പരം ബോളുകൾ എറിഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോൾ ഫാൻ ഗേൾസിൽ ഒരാൾ എറിഞ്ഞ ബോള് ഗൂറിമിന് നേരെ വരുമ്പോൾ അവൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും അവളുടെ പിറകിലൂടെ നടന്നു പോവുകയായിരുന്ന തേജുവിന്റെ മുഖത്ത് തന്നെ അത് വന്ന് അടിക്കുന്നു. അങ്ങനെ അവൻ സിക്ക് റൂമിലാകുന്നു. ഈ ടൈമിൽ അവനെ കാണാനായി ഗൂറിം ചെല്ലുന്നുണ്ട്. ഐറിൻ ആയിരിക്കാം തന്നെ ഈ അവസ്ഥയിൽ കാണാൻ എത്തിയതെന്ന് അവൻ കരുതുന്നുണ്ടെങ്കിലും അതല്ല എന്ന് കാണുമ്പോൾ അവന് സങ്കടാവുന്നു. എങ്കിലും അവൻ തന്നെ കാണാനെത്തിയ ഗൂറിമിനോട് ഐറിനെ പറ്റി എന്തെങ്കിലും മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. പ്രത്യേകിച്ച് ഉപയോഗമുള്ള ഒന്നും മനസ്സിലായില്ല, പക്ഷെ ആകെപ്പാടെ അവൾക്ക് ഡാൻസ് ഇഷ്ടമാണെന്ന് മാത്രം മനസ്സിലായെന്നാണ് ഗൂറിം മറുപടി നൽകുന്നത്. അങ്ങനെ അന്ന് രാത്രി ഹോസ്റ്റൽ റൂമിൽ ഉള്ള സമയത്ത് ഐറിൻ ആകെപ്പാടെ വയ്യാഴിക വരുന്നു. ഈ സമയം തല കറങ്ങി താഴെ വീഴുന്ന ഐറിന്റെ വിഗ് ഇളകി മാറി അതൊരു പയ്യനാണെന്ന കാര്യം ഗൂറിം മനസ്സിലാക്കുന്നു. അവൾ ആദ്യം പേടിച്ച് ഒച്ച വെക്കാനായി തുടങ്ങുമ്പോൾ ഐറിൻ അവളുടെ വാ പൊത്താണ്. അവളെങ്കിലും ഈ കാര്യം പ്രിൻസിപ്പലിനോട് പറയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ ഐറിൻ റൂമിന് വെളിയിലേക്ക് ജനാല വഴി ചാടിപ്പോകുന്നു. പക്ഷെ അടുത്ത ദിവസം പ്രിൻസിപ്പലിനോടൊന്നും ഈ കാര്യം വെളിപ്പെടുത്താനായി ഗൂറിം താല്പര്യപ്പെട്ടില്ല. അവൾ പിന്നീട് നേരെ ഐറിനെ കാണാനായി ചെല്ലുന്നു. ആ സമയം അവൻ അവന്റെ യഥാർത്ഥ രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ ഈ കാര്യം മനസ്സിലാക്കിയെന്ന് മനസ്സിലാക്കുന്ന ഐറിന്റെ മാനേജർ നിനക്ക് സിംഗിങ് ഒരുപാട് ഇഷ്ടമല്ലേ, നിനക്ക് ഞാനൊരു നല്ല ഓപ്പർച്യൂണിറ്റി ഒപ്പിച്ചു തരാമെന്നെല്ലാം അവളെ വശത്താക്കാനായി പറയുന്നുണ്ട്. പക്ഷെ ഇവൾ നിങ്ങൾ എനിക്ക് കൈക്കൂലി തന്ന് എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കാതിരിക്കുകയൊന്നും വേണ്ട, ഞാൻ എന്തായാലും ഇത് ആരോടും പറയാൻ പോകുന്നില്ല എന്ന് തന്നെ പറയുന്നു. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇനി ഹോസ്റ്റൽ റൂമിലും സ്കൂളിലും ഞാൻ പറയുന്ന രീതിയിൽ ഐറിൻ പെരുമാറണമെന്ന്. അങ്ങനെ പിന്നീട് അങ്ങോട്ട് ഐറിന്റെ കൈ പിടിച്ചാണ് ഗൂറിം ക്ലാസ്സിലേക്കൊക്കെ ചെല്ലുന്നത്. മറ്റു കുട്ടികൾക്ക് ആരോടും അങ്ങനെ മിങ്കിൾ ആകാത്ത ഐറിൻ ഇവളോട് മാത്രം എന്താ ഇത്ര കൂട്ടുന്ന കാര്യം മനസ്സിലാവുന്നില്ല. അന്ന് ഗൂറിമിനെ പേടിപ്പിച്ച ഐറിന്റെ ഫാൻ ബോയ്സ് പോലും ഇവര് തമ്മിലുള്ള കൂട്ടുകണ്ട് അന്തം വിട്ട് നിൽക്കാണ്. അങ്ങനെ ഇരിക്കെ ഐറിന്റെ അടുത്തെത്തി തേജുൻ വരാൻ പോകുന്ന സ്കൂളിലെ ഫെസ്റ്റിവലിന് തന്റെ കൂടെ ഡാൻസ് കളിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഡാൻസ് ഒരുപാട് ഇഷ്ടമുള്ള ഐറിൻ അതിന് സമ്മതിക്കുന്നു. അന്ന് വൈകിട്ട് പതിവ് പോലെ ഹോസ്റ്റലിൽ നിന്ന് രഹസ്യമായി വെളിയിൽ പോയി പ്രാക്ടീസ് ചെയ്യാനായി ഐറിൻ ശ്രമിക്കുമ്പോൾ അത് കൈയോടെ ഗൂറിം പിടികൂടുകയാണ്. ഒറ്റയ്ക്ക് ഐറിനെ വിടാതെ അവളും കൂടെ പോകുന്നു. അങ്ങനെ പ്രാക്ടീസ് സ്ഥലത്തെത്തി ഐറിൻ തന്റെ മെയിൽ ഗെറ്റപ്പിൽ നിന്ന് ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് ഗൂറിം. എത്ര മനോഹരമായിട്ടുണ്ടെന്ന് അവള് ചിന്തിക്കുന്നു. പ്രാക്ടീസ് കഴിഞ്ഞ ശേഷം രണ്ടുപേരും സംസാരിക്കുമ്പോൾ തനിക്ക് തേജുവിനോടുള്ള ആരാധനയെ പറ്റിയാണ് ഗൂറിം ഐറിനോട് പറയുന്നത്. ഒരു വർഷം മുന്നേ ഞാൻ ഒരു ഹോസ്പിറ്റലിലെ പേഷ്യന്റ് ആയിരുന്ന സമയത്ത് അവിടേക്ക് തേജുൻ പേഷ്യൻസിന് വേണ്ടി പാട്ട് പാടി കൊടുക്കാൻ എത്തുമായിരുന്നു. അങ്ങനെ ഞാൻ അന്ന് കണ്ടതാണ്. അന്ന് തുടങ്ങിയ ആരാധന ഇന്നും എന്റെ ഉള്ളിലുണ്ട്. ഫെസ്റ്റിവലിന് തേജുനും ഐറിനും ഒന്നിച്ച് ഡാൻസ് ചെയ്യും എന്ന കാര്യം മനസ്സിലാക്കുന്ന തേജുന്റെ ഫാൻ ഗേൾസും ഐറിന്റെ ഫാൻ ബോയ്സും അതെങ്ങനെയും മുടക്കാനായി ഒത്തുകൂടി പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഡാൻസിന്റെ ദിവസം വന്നെത്തുമ്പോൾ ഓൾറെഡി ഗൂറിമിനെ ഇഷ്ടമല്ലാത്ത തേജുന്റെ ഫാൻ ഗേൾസ് അവള് സ്റ്റേജിൽ കയറി ഒരു പെർഫോമൻസും ചെയ്യാതിരിക്കാനായി അവൾക്ക് ഡ്രിങ്ക്സിൽ വയറിന് പ്രശ്നം വരുന്ന ചില കാര്യങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവളുമാരുടെ സ്വഭാവം നന്നായി അറിയാവുന്ന ഗൂറിം അത് കുടിക്കുന്നില്ല. പക്ഷെ അവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി തേജുൻ കുടിക്കുന്നു. അവനത് കുടിച്ചു കഴിയുമ്പോഴേക്കും അവന് വയറുവേദന കലശലാകുന്നു. തുടർന്ന് അവന് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ അപ്പോഴേക്കും ഗൂറിമിന്റെ ആവശ്യപ്രകാരം തന്നെ അവളുടെ കൂടെ പെർഫോം ചെയ്യാനായി തേജുവിനെ കൊണ്ട് ആ ഒരു ഫാൻ ഗേൾസിന് മെസ്സേജ് അയപ്പിച്ചിട്ടുണ്ടായിരുന്നു. തങ്ങളുടെ ഐഡൽ പറഞ്ഞാൽ പിന്നെ മറുവാക്കില്ലാത്ത ആ ഫാൻ ഗേൾസ് ഗൂറിമിന്റെ കൂടെ പെർഫോം ചെയ്യാനായി സ്റ്റേജിൽ പോകുന്നു. തങ്ങൾക്ക് താല്പര്യം
ഇഷ്ടമില്ലാഞ്ഞിട്ടും ഗൂറിം മനഃപൂർവ്വം തങ്ങളെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചതാണ് എന്ന കാര്യം കൊണ്ട് തന്നെ ആ ഫാൻ ഗേൾസിൽ 2 പേർ ഗൂറിം പിന്നീട് സ്വിമ്മിംഗ് പൂളിന്റെ അവിടെ ഉള്ളപ്പോൾ അവളെ വെള്ളത്തിലേക്ക് മനഃപൂർവ്വം തള്ളിയിടുന്നു. ഈ ടൈമിൽ അവിടെ ഇരുന്ന് ഐറൻ നൽകിയ MP3 പ്ലെയർ കൊണ്ട് പാട്ട് കേൾക്കുകയായിരുന്നു ഗൂറിം. അവൾക്ക് ആ MP3 പ്ലെയർ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. കൂടാതെ വെള്ളത്തിലേക്ക് വീണ അവളെ ആ സമയം ഐറനാണ് വന്ന് രക്ഷിച്ചെടുക്കുന്നത്. അപ്പോൾ ഐറൻ ഒരു ബോയ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പെൺകുട്ടികളാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഐറനെ തിരിച്ചറിഞ്ഞില്ല. പക്ഷേ ഏതോ ഒരു പയ്യന്റെ കൂടെ ഗൂറിം ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഒരു ഫോട്ടോസ് ഒക്കെ അവളുമാരെ എടുത്തു വെക്കുന്നു. ഇതേ ടൈം ഇവിടെ ആ റിപ്പോർട്ടറും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് കഴിഞ്ഞ ദിവസം എടുത്ത ഗൂറിമിന്റെയും ആ പയ്യന്റെയും ഫോട്ടോസ് അവളുമാർ വൈറലാക്കിയിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു പയ്യന്റെ കൂടെ ഗൂറിം ഉണ്ടെന്ന രീതിയിലാണ് ഫോട്ടോസ് പ്രചരിച്ചത്. സ്കൂളിൽ എവിടെ നിന്നും ആൾക്കാരെ വിളിച്ചോണ്ട് വന്ന് റൊമാൻസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ ഗൂറിമിനെ നന്നായി വഴക്കു പറയുന്നു. ആരാണ് ആ പയ്യനെന്ന് ടീച്ചർമാരെ പലതവണ ചോദിച്ചിട്ടും അത് ഐറൻ ആണെന്ന് വെളിപ്പെടുത്താതെ ഗൂറിം മിണ്ടാതെ നിൽക്കാണ്. നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ അത് ബാധിക്കുമെന്നെല്ലാം ടീച്ചർമാരെ പേടിപ്പിക്കുമ്പോൾ അവിടേക്ക് എത്തുന്ന തേജൻ താനാണ് ആ ഫോട്ടോയിലുള്ളതെന്ന് പറയുന്നു. ഗൂറിം വെള്ളത്തിൽ വീണപ്പോൾ താൻ അവളെ രക്ഷിച്ചുവെന്നും അവൾ ആകെ തണുത്തിരുന്നതുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചുവെന്നെല്ലാം തേജൻ പറയുമ്പോൾ അത് മറ്റുള്ളവരെ വിശ്വസിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം ഐറനെയും ഗൂറിമിനെയും അല്പം ആശ്വാസത്തിലാക്കുന്നു. കാരണം അവർക്ക് സത്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വന്നില്ലല്ലോ. പക്ഷെ ഇതറിയുന്ന ആ ഒരു റിപ്പോർട്ടറിന് എന്തോ ഒരു വശപ്പെശക് തോന്നുന്നു. ഒരിക്കലും പൂളിന്റെ അവിടെ ഗൂറിമിന്റെ കൂടെ ഉണ്ടായിരുന്നത് തേജുൻ അല്ല എന്ന് റിപ്പോർട്ടറിന് നല്ല ഉറപ്പുണ്ട്. പക്ഷെ അത് ആരാണെന്ന് കൺഫേം അറിയുകയുമില്ല. അന്ന് എന്തുകൊണ്ട് ഉറങ്ങാൻ കിടന്നിട്ട് ഗൂറിമിന് ഉറങ്ങാനേ പറ്റുന്നില്ല. അവളുടെ ഉള്ളിലല്ല സ്വിമ്മിംഗ് പൂളിൽ വീണ അവളെ ഐറൻ വന്ന് രക്ഷപ്പെടുത്തിയ ആ ഒരു കാര്യമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ വേഗം തന്നെ ഐറന്റെ അടുത്ത് പോയി സംസാരിക്കുന്നു. അവളെ ഡാൻസ് പഠിപ്പിക്കാമോ എന്ന് ചോദിച്ച് അവന്റെ കൂടെ ഡാൻസ് അവൻ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെന്ന് ഒന്നിച്ച് ഡാൻസ് ഒക്കെ കളിക്കുന്നു. അന്ന് അവർ വളരെ സന്തോഷമായി കുറെ നേരം സംസാരിക്കുന്നു, ഡാൻസ് കളിക്കുന്നും ഒക്കെയുണ്ട്. അടുത്ത ദിവസം ക്ലാസ്സിലെത്തുന്ന ഗൂറിമിന്റെ അടുത്തേക്ക് എത്തി തേജുൻ, എന്താ ഞാൻ നിന്നെ രക്ഷിച്ചിട്ടും നീ എന്നെ ഒന്ന് വിളിക്കാഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ എന്റെ ഫോൺ ആ വെള്ളത്തിൽ വീണ് ചീത്തയായി പോയെന്ന് അവൾ പറയുന്നു. പിന്നീട് അവളെ കാണുമ്പോൾ തേജുൻ അവൾക്ക് ഒരു ഫോൺ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഐറനും അവൾക്ക് കൊടുക്കാനായി ഒരു ഫോൺ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ റൂമിലെത്തുന്ന ഗൂറിം തേജുൻ നൽകിയ ഫോൺ കാണിക്കുമ്പോൾ ഐറൻ നല്ല കുശുമ്പ് വരുന്നു. ഗൂറിം കുളിക്കാനായി പോകുമ്പോൾ ഐറൻ ആ ഫോൺ എടുത്ത് പരിശോധിക്കുന്നു. അതിൽ തേജുൻ അവളോട് അവൾക്ക് ഏത് ടൈപ്പ് ബോയ്സിനെയാണ് ഇഷ്ടമെന്നെല്ലാം ചോദിച്ചിട്ടുണ്ട്. ഗൂറിം അയക്കുന്ന പോലെ അതിൽ നിന്ന് റിപ്ലൈ അയക്കുന്നു. അങ്ങനെ ആ ഒരു റിപ്ലൈ കണ്ട് ആ രീതിയിൽ അടുത്ത ദിവസം സ്കൂളിലേക്ക് തേജുൻ എത്തുന്നുണ്ടെങ്കിലും ഇതൊന്നും അറിയാത്ത ഗൂറിം അവനെ വലിയ മൈൻഡ് ആക്കാതെ അങ്ങ് പോകുന്നു. അപ്പോഴേക്കും തേജുന് ഇത്രയും നാളെ തനിക്ക് ഐറനോടുണ്ടായിരുന്ന ഇഷ്ടമൊക്കെ മാറി ഇപ്പോൾ ഗൂറിമിനോടാണ് ഇഷ്ടം തോന്നി തുടങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ അവൻ പിന്നീട് അവളോട് നമുക്ക് ഒന്നിച്ച് ഇന്ന് ഈവനിങ് ഒരു പ്രോഗ്രാമിന് പോയാലോ എന്ന് ചോദിക്കുന്നു. അവൾ വളരെ സന്തോഷത്തോടെ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അവൾ ഈവനിങ് പ്രോഗ്രാമിന് പോകാനായി റെഡിയായി വെളിയിലേക്ക് വരുമ്പോഴാണ് ഐറിന്റെ മാനേജറിന്റെ അസിസ്റ്റന്റിനെ അവൾ കാണുന്നത്. അന്ന് ഐറിന്റെ ബർത്ത്ഡേ ആണെന്നും ഒരു സർപ്രൈസ് പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ടെന്നും കൂടുന്നു എന്നും അയാൾ ചോദിക്കുമ്പോൾ തേജുനെയും അവൻ പറഞ്ഞ പ്രോഗ്രാമിന്റെയും കാര്യം അപ്പാടെ മറന്നുവിള ഐറിന്റെ ബർത്ത്ഡേ പാർട്ടി പ്ലാൻ ചെയ്യാനായി കൂടുന്നു. അങ്ങനെ ഇതൊന്നും അറിയാതെ ഐറിൻ ഗൂറിമിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവളുടെ ഫോൺ അല്പം മാറിയിരുന്നത് കൊണ്ട് തന്നെ അവൾ അത് കേട്ടതുമില്ല. അവളാണെങ്കിൽ ബർത്ത്ഡേ പാർട്ടി പ്ലാൻ ചെയ്ത സ്ഥലത്തിരുന്ന് അറിയാതെ ഉറങ്ങുകയും പോകുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് എത്തുന്ന ഐറിൻ, നീ എവിടെ പോയിരുന്നു? ഞാൻ ആകെപ്പാടെ പേടിച്ചു പോയി നിന്നെ കാണാഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞ് അവളോട് സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ എന്താ തേജുന്റെ കൂടെ പ്രോഗ്രാമിന് പോകാഞ്ഞതെന്ന് ചോദിക്കുന്നു. എനിക്കിപ്പോ തേജുനോട് യാതൊരു താല്പര്യമില്ല, എനിക്ക് നിന്നോടാണ് താല്പര്യമെന്ന് ഗൂറിം അറിയാതെ വെളിപ്പെടുത്തുന്നതും ഐറിനായി വേഷം കെട്ടുന്ന നമ്മുടെ വൂ അവന്റെ ഉള്ളിലും അവളോടുള്ള ഇഷ്ടം തുറന്ന് പറയാണ്. ഇതേ ടൈം ആ ഒരു റിപ്പോർട്ടർ ഈ കാര്യങ്ങളെല്ലാം കാണുന്നു. അയാൾ ഗ്രാജുവലി ഐറിൻ ഒരു പെണ്ണല്ല ആണാണെന്ന സത്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അയാൾ ആ കാര്യം പറഞ്ഞ മാനേജറിനെ പേടിപ്പിക്കുന്നുണ്ട്. പക്ഷെ മാനേജർ ആദ്യം അയാളെ കൈക്കൂലി കൊടുത്ത് ഒതുക്കുന്നു. ഇതേ ടൈം മാനേജർ, നീ പെൺവേഷമൊക്കെ കെട്ടുന്നത് നിർത്തിക്കോ, നീ ഒരു പയ്യനായി തന്നെ നിന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ നീ പാകപ്പെട്ടിട്ടുണ്ട്, അതിനായി റെഡി ആയിക്കോ എന്ന് വൂവിനോട് പറയുന്നു. അങ്ങനെ അതിനായി വൂ ഗൂറിമിനോട് പോലും പറയാതെ ഐറിൻ ഇനി മോഡലിംഗ് കരിയറിലേക്കില്ല എന്നൊരു പ്രസ്താവന ഇറക്കുന്നു. അത് കാണുമ്പോഴാണ് ഗൂറിം ഈ കാര്യം അറിയുന്നത് തന്നെ. അവൾ ആകെ ഷോക്കാവുന്നു. കാരണം തന്നോട് ഈ കാര്യമൊന്നും വൂ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇതേ ടൈം തേജുൻ അവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഗൂറിമിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവൾ അല്ല എന്ന മറുപടിയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഐറിനെതിരെ റിപ്പോർട്ടർ കളക്ട് ചെയ്ത് വെച്ചിരുന്ന അയാളുടെ എവിഡൻസുകളെല്ലാം നഷ്ടപ്പെടുന്നു. തുടർന്ന് അയാൾക്ക് ആ ഒരു രഹസ്യം പുറത്താക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താനുള്ള അവസരവും ഇല്ലാതാകുന്നു. കാര്യങ്ങൾ ഒരുവിധം പോസിറ്റീവായി വരുന്നുണ്ടെങ്കിലും ഒരു വശത്ത് ഗൂറിം പ്രണയം തുറന്നു പറഞ്ഞ ഉടനെ തന്നെ വൂവിനിങ്ങനെ തന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നതിൽ ആകെ സങ്കടത്തിലാണ്. പക്ഷെ ഒരു ദിവസം അവൾ പോലും പ്രതീക്ഷിക്കാതെ അവളെ കാണാനായി വൂ എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ അപ്പോഴേക്കും അവന്റെ പോപ്പ് സ്റ്റാർ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിന്റെ അടുത്ത് നിന്ന് ഞാൻ പോയതുപോലെയല്ല ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ മാ ബോയ് എന്ന പേരിൽ ഒരു ബാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ ലീഡറാണ് ഞാൻ എന്നെല്ലാം അവന്റെ ജീവിതത്തിൽ നടന്ന പ്രോഗ്രസിനെ പറ്റി അവൻ പറയുമ്പോൾ അത് കേൾക്കുന്ന ഗൂറിം വളരെ ഹാപ്പിയാണ്. നിന്നെ ഇത്രയും നാൾ വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് ഒരുപാട് സോറി. ഇനി ഞാൻ ഒരിക്കലും പോയില്ല, എപ്പോഴും നിന്റെ അടുത്ത് തന്നെ കാണുമെന്ന് അവൾക്ക് വാക്കുകൊടുത്ത് അങ്ങനെ ഇവർ വളരെ ഹാപ്പിയായി ഇരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.